ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 ഏഴിൻ്റെ പണി എന്നാണല്ലോ ലാൽ സാർ പറയാറുള്ളത്. പക്ഷേ ഈ ഏഴിൻ്റെ പണി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്കാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടൻറ്റും സത്യം പറഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാണാനില്ല. ഇപ്പോൾ അടുത്തിടെയായിട്ട് ചർച്ചയായിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 2-3 ദിവസമായിട്ടുള്ള ചർച്ച മെയിനായിട്ടും രേണുവിൻ്റെ കാര്യമാണ്. തലയിൽ പേനെന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ചു, എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് പറയായിരുന്നു. ഇതൊക്കെയാണ് രേണു പല സ്ഥലങ്ങളിലായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിപ്പോൾ ഇത്രയും വലിയ പ്രശ്നമാക്കാനും കരയാനും എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറയാനായിട്ട് ഇതിലിപ്പോൾ ഇത്ര മാത്രം ഒരു പ്രശ്നം ഉള്ളതായിട്ട് ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തലയിൽ എല്ലാവർക്കും പേനുള്ളതാണ്. പേനില്ലാത്തവർ ആരുമില്ല. അപൂർവം ചിലർക്ക് മാത്രമായിരിക്കും തലയിൽ പേനില്ലാതിരിക്കുക. ബാക്കി എല്ലാവരുടെ തലയിലും പേന് കാണുന്നതാണ്. ഇതിപ്പോൾ ഒരു വല്ലാതെ ഒരാളെ അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുടി എക്സ്റ്റൻഷൻ ചെയ്തതാണ്, എനിക്ക് അതുകൊണ്ട് എന്താണ് അതിനുള്ള വലിയ കോമ്പ് കിട്ടിയിട്ടില്ല, അതുപോലെ ഷാമ്പു കിട്ടിയിട്ടില്ല, എനിക്ക് കുളിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ വീട്ടിൽ പോകണം പറഞ്ഞ് കരയാനും എന്നെ അപമാനിച്ചു, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരച്ചിൽ അനുവിൻ്റെ നേരെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അനുവിൻ്റെ മേലെ ഒരു തെറ്റായിട്ടൊന്നും തോന്നിയില്ല. ശുചിത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അനു പറഞ്ഞതാണ്. എന്നാൽ ഇതിനെപ്പറ്റി കളിയാക്കി പിന്നാലെ ചിരിച്ച് സംസാരിച്ചവരുണ്ട്. അവരൊക്കെ രേണുവിൻ്റെ മുന്നിൽ നല്ല ആളായിട്ട് നടക്കുകയാണ്. രേണുവിൻ്റെ മുന്നിൽ അവരൊക്കെ നല്ല ആൾക്കാരാണ്. പക്ഷേ അനു അത് ചൂണ്ടിക്കാണിച്ചു. അതപ്പോൾ തെറ്റായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇതിനു മുമ്പ് അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു. അതിൻ്റെ പിന്നാലെ രണ്ടാഴ്ച മുഴുവൻ ആ ഒരു കണ്ടന്റ് മാത്രമായിരുന്നു രേണുവിന്. എന്താണ് എന്നെ അങ്ങനെ വിളിച്ചു, എന്നെ അപമാനിച്ചു പറഞ്ഞിട്ട്. അല്ലാതെ ഞാൻ ആലോചിക്കുക, ഈ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു കണ്ടന്റും ഇല്ലേ? ഈ മൂന്നാമത്തെ ആഴ്ചയാണ് ഇപ്പോൾ വരാൻ പോണത്. ഈ 3 ആഴ്ചയായിട്ടും ഈ വ്യക്തിയുടെ നേരെ ഈ ഒരു രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കണ്ടന്റും ബിഗ് ബോസിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ചില ദിവസങ്ങളിലൊന്നും ഉണ്ട്, അവിടെ ആ വീട്ടിലുണ്ട് എന്ന് തന്നെ അറിയാറില്ല. അത്രയും സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അല്ല എന്നിട്ടും വീട്ടിൽ പോകണം പറഞ്ഞ ഒരേ ബഹളം വെക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും ലാൽ സാർ വന്നു കഴിഞ്ഞാൽ ഇത്രയും ബഹളം വെക്കണ ഈ ഒരു രേണുവിനെ എങ്ങനെയെങ്കിലും അവരുടെ ആഗ്രഹം ഒന്ന് നിറവേറ്റി കൊടുത്തൂടെ? കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ രേണു അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ വലിയ ബിഗ് ബോസ് 7 പണി ബിഗ് ബോസ് 7 വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. ഇങ്ങനെ വല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ പിടിച്ച് കരച്ചിലും പിഴിച്ചിലും അല്ലാണ്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ ടാസ്ക് ആണെങ്കിലും മര്യാദയ്ക്ക് കളിക്കണ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു കണ്ടന്റ് ഇപ്പോൾ രേണുവിന് കിട്ടിയിരിക്കുന്നത് ഇതാണ്. കാരണം എനിക്ക് വീട്ടിൽ പോകണം. എന്താണെന്ന് വെച്ചാൽ രേണുവിൻ്റെ വിചാരം എന്താ വെച്ചാൽ ഒരുപാട് പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്യണവരുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കുറച്ചുകൂടെ കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടും. പിന്നെ അതുപോലെ എന്നെ പുറത്തേക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്നെ പുറത്തേക്ക് വിടില്ല. ഇതൊക്കെയാണ് രേണു വിചാരിച്ചിരിക്കുന്നത് തോന്നുന്നു. അറിഞ്ഞൂടെ എന്താണെന്ന്. ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്താ ഉദ്ദേശിച്ചിരിക്കണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇതൊരു അരോചകമായിട്ട് തോന്നുകയാണ്. ഏത് സമയം കരയിലും എൻ്റെ തലയിൽ പേനുണ്ട് പറഞ്ഞു. പിന്നെ അതുപോലെ ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലൈവ് കണ്ടവരാണെങ്കിൽ മനസ്സിലാവും. ഏത് സമയവും കൈ തലയിൽ തന്നെ ഏത് സമയവും ചൊറിഞ്ഞുകൊണ്ട് നടക്കണതാണ്. ആർക്കും കണ്ടു കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായി തോന്നും. ടി വിയിൽ കാണാൻ നമുക്കേ ഒരു വൃത്തികേടായി തോന്നുമ്പോൾ അടുത്തിരിക്കണവർക്ക് എന്തൊരു വൃത്തികേടായിട്ട് തോന്നും. അത് മുടി എന്നും അഴിച്ചിട്ടിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കുന്നു തോന്നി. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും ഈ വീക്കിൽ ലാൽ സാർ എന്തായാലും ലാൽ സാർ ഒരു തീരുമാനം എടുക്കുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.